ഹലോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിന്നൊരു ചിക്കൻ വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനതിന് ചിക്കൻ നല്ലതുപോലെ കഴുകി നല്ലതുപോലെ ഉപ്പിട്ട് ഒരു 5 പ്രാവശ്യം കഴുകി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ കുഞ്ഞിതാക്കി നമ്മൾ ബീഫ് തോരൻ വയ്ക്കുന്നത് പോലെ അതുപോലെ ഇത് പീസാക്കിയിരിക്കുന്നത് കേട്ടോ. ഉണ്ടോ? ആ വലിപ്പം തന്നെ വേണം നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ഞാൻ ഇത് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളിട്ട് ഞാനിത് വഴറ്റുന്നതാണ്. എണ്ണയൊക്കെ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതൊക്കെ ഇട്ട് വഴറ്റുന്നതാണിത്. ഇനി ഞാൻ അതിനകത്തേക്ക് എനിക്ക് ഇറച്ചിക്ക് ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനം അത് ഈ തേങ്ങാക്കൊത്ത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചിക്കകത്തിടുന്നത്. അത് ഞാൻ ഇതിനകത്തോട്ടിട്ടു. ഞാനിതൊരു സ്പെഷ്യൽ ചിക്കൻ തോരനാണ് കേട്ടോ. നമ്മൾ ബീഫൊക്കെ തോരൻ വയ്ക്കുന്നത് പോലെ ഒരു സ്പെഷ്യൽ ചിക്കൻ തോരൻ ആണിത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വഴങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പുപൊടി ഇട്ടു. ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വഴരട്ടെ. ആ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് പതുക്കെ ഇച്ചിരി ഒന്ന് മൂക്കട്ടെ. ഇതിന് മല്ലിപ്പൊടി എന്ന് പറയുന്നത് കുറച്ച് മതി. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി മതി ഇതിന് ഒത്തിരി മല്ലിപ്പൊടി വേണ്ട. ഇച്ചിരി പെരുംജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകമാണ്. മുളക് പൊടി. ചിക്കൻ എരിവ് ഒരുപാട് വേണ്ടല്ലോ. അപ്പം ഞാൻ ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വഴന്നു കേട്ടോ. ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുവാണ്.
നമ്മളിതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ തന്നെ കിടന്ന് അത് വേവും. നമ്മളിത് ആയി കഴിയുമ്പം ഇച്ചിരി കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. വേവട്ടെ. ഇതിനകത്ത് ആവി കയറി ഇതിൻ്റെ വെള്ളം മുഴുവൻ ഇറങ്ങി വരുന്നത് വരെ നമ്മളിതൊന്ന് അടച്ച് വയ്ക്കും. അത് കഴിഞ്ഞ് ആവി കയറിക്കഴിഞ്ഞ് വെള്ളം ഇറങ്ങിക്കഴിയുമ്പം ഇതിൻ്റെ അടപ്പെടുത്ത് മാറ്റിയിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഉണ്ടോ, ഇതിൻ്റെ വെള്ളം ഇറങ്ങുന്നുണ്ട്, കുറച്ചും കൂടെ ഒക്കെ ഇറങ്ങാനുണ്ട്. അത് ഇറങ്ങുന്നത് വരെ ഇത് അടച്ച് വെച്ചേക്കാം. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇത് വലിയ കാര്യത്തിൽ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് ഞാൻ ഉള്ളിയെല്ലാം ഇടുന്ന വീഡിയോ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് ഫോണങ്ങ് താഴെ പോയി. പിന്നെ ഞാനത് കട്ട് ചെയ്തിട്ട് വേറെ എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് അതൊക്കെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും ഒക്കെ ഇടുന്ന ആ വീഡിയോ ആ ഭാഗം കാണാഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരബദ്ധം പറ്റിപ്പോയി എനിക്ക്. വെന്തിട്ടില്ല കേട്ടോ, വേവട്ടെ. ഞാനിനി തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് വാങ്ങി വെക്കും. അപ്പം നമ്മുടെ ചിക്കൻ തോരനാണിത്. അപ്പം അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ കേട്ടോ. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ.